ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 800-ാം ദിവസമാണ്. ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി 14-ാം അധ്യായം 27-ാമത്തെ തിരുവചനമാണ്. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഒരു പ്രമുഖ കമ്പനി അനേക വർഷങ്ങളായി വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെ വിജയകരമായി പ്രവർത്തിക്കുന്ന സമയത്ത് പൊടുന്നനെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ഈ കമ്പനിയിലെ കുറേ ജോലിക്കാരെ പിരിച്ചയക്കേണ്ടതായിട്ട് വന്നു. സാമ്പത്തിക മാന്ദ്യം മൂലം ഒത്തിരി കഷ്ടപ്പാടുകളും യാതനകളുമൊക്കെ കടന്നു വന്നപ്പോൾ ഇയാൾ വചനത്തിൽ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങി. അയാൾ ഇങ്ങനെ വചനം വായിച്ചു. ഒരു ദിവസം ഇങ്ങനെ വചനം അയാളോട് സംസാരിക്കുകയാണ്. ധൈര്യപ്പെടുവിൻ, ഇത് ഞാൻ തന്നെയാണ്. യേശുവാണ് അയാളോട് സംസാരിച്ചത്. അയാളുടെ മനസ്സിലൂടെ ഒത്തിരി നല്ല നല്ല ആലോചനകൾ ഇങ്ങനെ മിന്നിമറയുവാനായിട്ട് തുടങ്ങി. പുതിയ ഒരു പദ്ധതിക്ക് അയാൾ രൂപം കൊടുത്തു. തൻ്റെ കമ്പനി പിന്നീട് അങ്ങോട്ട് വളരുവാനായിട്ട് തുടങ്ങി. പതുക്കെ പതുക്കെ കമ്പനി വളർന്നപ്പോൾ തിരിച്ചു കിട്ടാനുള്ളതായ പണം ഓരോ സ്ഥലത്തു നിന്നായി തിരികെ വന്നുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ മറ്റ് ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയാണ് എങ്കിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്നതായ ദൈവിക ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയം വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ പുതുവഴികളെ തുറക്കുന്നവനായ ദൈവം നമുക്കും വഴികളെ കാണിച്ചു തരും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ അവിടുത്തെ ആശ്രയം വയ്ക്കുവാനും കർത്താവെ, എൻ്റെ ജീവിതത്തിൽ പുതുവഴികളെ തുറക്കുവാനും എനിക്ക് ഭാഗ്യം നൽകണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.